നമസ്കാരം, എൽബിൽ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 4 വീഡിയോയിലായി ഒരു ചെറിയ ഷോർട്ട് ഫിലിമിന് വേണ്ടുന്ന ഒരു വൺ ലൈനെ കുറിച്ചും ആ വൺ ലൈൻ ഒരു കഥയാക്കുന്നതിനെ കുറിച്ചും ആ കഥ നമ്മളൊരു തിരക്കഥയാക്കുന്നതിനെ കുറിച്ചും ഏകദേശമൊക്കെ പറഞ്ഞിരുന്നു. ആ തിരക്കഥ വെച്ച് ചെയ്ത ആ ഒരു ഷോർട്ട് ഫിലിമും നമ്മളെല്ലാവരും കണ്ടതാണ്. ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്താണ് സീൻ, എന്താണ് ഷോട്ട്, എന്താണ് ടേക്ക്, ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫിലിം മേക്കർ ആവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഷോട്ടുകൾ എന്താണെന്ന് നോക്കാം. ഷോട്ടുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഷോട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ക്യാമറയിൽ നമ്മൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ നമ്മൾ എന്താണോ എടുക്കുന്നത് അതാണ് ഒരു ഷോട്ട് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ഡയറക്ടർ ആക്ഷൻ പറഞ്ഞതിന് ശേഷം കട്ട് പറയുന്നത് വരെ നമ്മൾ എന്താണോ ഷൂട്ട് ചെയ്യുന്നത് അതാണ് ഒരു ഷോട്ട് എന്ന് പറയുന്നത്. ഷോട്ടുകൾ നമുക്ക് പല ഡ്യൂറേഷനിൽ എടുക്കാം. സെക്കൻഡുകൾ വരുന്ന ഷോട്ടുകൾ കാണും. ഇപ്പോൾ 1 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഷോട്ടുകൾ കാണും, 2 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഷോട്ടുകൾ കാണും. നമ്മളുടെ അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന സിനിമയിൽ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്തേക്കുന്നത് 10 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു ലോങ് ഷോട്ടായിട്ടാണ്. അപ്പോൾ അങ്ങനെ അത്രയും ഡ്യൂറേഷൻ വരുന്ന ഷോട്ടുകളെ നമ്മൾ ലോങ് ഷോട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഷോട്ട് എന്താണെന്ന് മനസ്സിലായി കാണും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ക്യാമറയിലെ റെക്കോർഡിംഗ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ നമ്മൾ എടുക്കുന്ന എന്താണോ അതാണ് ഒരു ഷോട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സീൻ എന്താണെന്ന് നോക്കാം. ഒരു സീൻ എന്ന് പറയുമ്പോൾ പല ഷോട്ടുകൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു സീൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കണ്ടിന്യൂസ് ഓർ ഷോട്ട് എന്നും പറയാം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ ആ ഒരു ഷോർട്ട് ഫിലിമിനകത്ത് ഒരു 3 ഷോട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഒന്നാമത്തെ ഷോട്ട്. പടിയിലിരിക്കുന്ന മോനപ്പനോട് മുറ്റം തൂക്കുന്ന അമ്മ എന്തോ ചോദിക്കുന്ന ഒരു ഷോട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഷോട്ട് നോക്കാം. അമ്മയുടെ ചോദ്യത്തിന് മറുപടി പറയുന്ന മോനപ്പൻ്റെ ഷോട്ടാണ് നമ്മൾ രണ്ടാമത് കാണുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഷോട്ട് നോക്കാം. അപ്പോൾ മോനപ്പനോട് തിരിച്ച് മറുപടി പറയുന്ന അമ്മയുടെ ഷോട്ട്. അപ്പോൾ ആ 2 കഥാപാത്രങ്ങളുടെയും ഷോട്ടുകൾ ചേർത്ത് വെക്കുമ്പോഴാണ് ആ ഒരു സീൻ അവിടെ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ സീൻ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഇനി നമുക്ക് ടേക്ക് എന്താണെന്ന് നോക്കാം. ഒരു ടേക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സീനിൽ ഒരു ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു ഷോട്ട് നമുക്ക് അത്രയും അങ്ങോട്ട് ഓക്കെ ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഷോട്ട് നമ്മൾ വീണ്ടും ഷൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ എടുത്ത ഷോട്ട് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും റീഷൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടേക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആ ചെയ്ത ഷോർട്ട് ഫിലിമിനകത്ത് 3-4 ടേക്ക് പോയ ആ ഒരു ഷോട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ഒരു ഷോട്ട്. നീ വിളിച്ചാൽ ഫോൺ കൊടുക്കത്തില്ല, കയ്യിൽ പൈസ ഇല്ല. എന്തുകൊണ്ടാ നീ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? നിന്റെ പറച്ചിൽ കേട്ട് ഞാൻ എന്റെ കൈ വെച്ചിട്ട് നിനക്ക് തരാത്താണെന്ന്. ഇതുപോലെ 3-4 ടേക്കുകളൊക്കെ എടുത്തിട്ടായിരിക്കും നമുക്ക് ഒരു ഓക്കെ ഷോട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ഷോട്ട് നമ്മൾ വീണ്ടും റീഷൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടേക്ക്, എന്താണ് സീന്, എന്താണ് ഷോട്ട് എന്ന് നിങ്ങൾക്ക് ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഫിലിം മേക്കർ ആവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ചാനൽ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, bye.